അതുപോലെ ഒരു വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും എല്ലാ സബ്ജക്റ്റിനോടും പ്രാധാന്യം വരും. പക്ഷേ അങ്ങനെ ഒരു വിദ്യാഭ്യാസം കിട്ടാത്തിടത്തോളം കാലം വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊരു അവിയൽ പരുവത്തിലുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയും. 15-ാമത്തെ വയസ്സിലവൻ മാസ്റ്റർ ഡിഗ്രി എടുത്തു, അല്ലെങ്കിൽ 13-ാമത്തെ വയസ്സിലവൻ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തു, 18-ാമത്തെ വയസ്സിലവൻ PhD എടുത്തു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പിള്ളേർക്ക് പഠിക്കാൻ യാതൊരു താല്പര്യവുമില്ല മെഡിസിൻ. എന്നാലും അപ്പുറത്തെ കുട്ടി മെഡിസിൻ പഠിച്ചു, മറ്റവൻ അത് ചെയ്തു, ഇത് ചെയ്തെന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ കൊണ്ട് 50 ലക്ഷം രൂപ കൊടുത്ത് എവിടെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ചേർക്കും, പഠിക്കത്തുമില്ല. അവസാനം 4-5 ലക്ഷം പിന്നെ അതിൻ്റെ കൂടെ ലക്ഷക്കണക്കുള്ള ചിലവാക്കി തിരിച്ചാൽ പാസ്സാതെങ്കിൽ വീട്ടിൽ വരും. നമസ്കാരം. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികളുടെ പ്രോബ്ലം അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ പ്രോബ്ലം കാരണം ഒരു ഡിസിഷൻ എടുക്കാൻ രക്ഷകർത്താക്കൾക്ക് പറ്റുന്നില്ല കുട്ടികളെപ്പറ്റി. അപ്പം ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അൺഡെവലപ്ഡ് കൺട്രീസിൽ ഒരു കാര്യം പറയാതിരിക്കാൻ ഒക്കില്ല, കമ്പയർ വിത്ത് ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു സ്കൂള്, ഒരു മതിലിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ മാതാപിതാക്കൾ തന്നെ പല കാര്യങ്ങളായിട്ടും ഇവിടെ വന്നിട്ടുണ്ട്, കുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട്, അവരും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഓരോരുത്തർക്കും ഓരോ അഭിരുചിയാണ്. പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞു, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയും ഒരു പ്രിമിറ്റീവാണ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് അതിനെ നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുകുലമാണ്. അത് പ്രിമിറ്റീവ് അല്ല, അത് അഡ്വാൻസ്ഡ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദിനചര്യ അവർ കംപ്ലീറ്റ് ചെയ്യും. രാവിലെ എണീക്കണം, പിന്നെ പ്രാർത്ഥിക്കണം, വ്യായാമം ചെയ്യണം, യോഗ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം. അവരുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. അതുപോലെ ഒരു വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും എല്ലാ സബ്ജക്റ്റിനോടും പ്രാധാന്യം വരും. പക്ഷേ അങ്ങനെ ഒരു വിദ്യാഭ്യാസം കിട്ടാത്തിടത്തോളം കാലം വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊരു അവിയൽ പരുവത്തിലുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയും. ഉദാഹരണം, നമ്മൾ ഒരു പഴയ കാലത്തെ രാജാക്കന്മാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരുടെ ഒരു രാജകുടുംബത്തിലൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ പ്രിപ്പയർ ചെയ്യുന്നത് രാജാവാക്കാൻ വേണ്ടിയാണ്. അവനെ അന്നുള്ള സകല വേദങ്ങളും പഠിക്കണം, ശാസ്ത്രങ്ങൾ പഠിക്കണം, കല പഠിക്കണം, ആയുധകല പഠിക്കണം. അവനൊന്നിനും മാറ്റി നിർത്താൻ ഒക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണം, വലിയ സംഗീതജ്ഞനായിരിക്കും, ഒരു ഫിസിഷ്യനായിരിക്കും, എഞ്ചിനീയറായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. അതായിരുന്നു പഴയ ഗുരുകുല സമ്പ്രദായം. ഇപ്പോഴത്തെ അങ്ങനെയല്ല, ഒരു അവിയൽ പരുവം. പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അൺഡെവലപ്ഡ് കൺട്രീസ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസ് നമുക്ക് പറയാറായിട്ടില്ല, ഡെവലപ്പിംഗേ പറയാൻ ഒക്കൂ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അമേരിക്കയിലുണ്ട്, ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ വിദ്യാഭ്യാസ അവിടെയായിട്ട് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? 15-ാമത്തെ വയസ്സിലവൻ മാസ്റ്റർ ഡിഗ്രി എടുത്തു, അല്ലെങ്കിൽ 13-ാമത്തെ വയസ്സിലവൻ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തു, 18-ാമത്തെ വയസ്സിലവൻ PhD എടുത്തു. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം അമേരിക്കൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1-ാം ക്ലാസ് തൊട്ട് നമുക്ക് തുടങ്ങാം, നഴ്സറിയിൽ. അവരാദ്യം കുട്ടികളെല്ലാം നോക്കും. ഇപ്പം 40 കുട്ടികളെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 40 കുട്ടികളുടെയും അവൻ്റെ സൊസൈറ്റി എങ്ങനെ, അതെന്നുവെച്ചാൽ അവൻ്റെ ചുറ്റുപാടെങ്ങനെ, അച്ഛനെങ്ങനെയാണ്, അമ്മയെങ്ങനെയാണ്, അവൻ്റെ അഭിരുചി ഏതാണ്, ഇതെല്ലാം അവർ തിരക്കും. എന്നിട്ട് കുട്ടികളെ അവരുടെ IQ അനുസരിച്ചിട്ട്, ബുദ്ധിപരമായിട്ടനുസരിച്ചിട്ട് അവരെ 3ആയിട്ട് തിരിക്കും. ഒന്ന് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളത്, മറ്റേത് മീഡിയം, മറ്റേത് ലോ. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ടീച്ചർ എടുക്കുമ്പോഴത്തേക്ക് 40 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 10 പേരോ 5 പേർക്കേ അത് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ചോദിക്കാൻ ആരാണ് മനസ്സിലാവാത്ത കൈവെക്കാൻ പറയും. ആദ്യം ആരും കൈവെക്കത്തില്ല, പിന്നെ 2 പേരായി 3 പേരായി, പിന്നെ അവരെല്ലാവരും കത്തും. അത് നഴ്സറി കുട്ടികളും അതുപോലെയാണ്. ഒരു കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റീസൺ അവർക്ക് അറിയണ്ട. നീ എന്തിനാണ് കരഞ്ഞത്? അത് മറ്റേ എൻ്റെ കൂട്ടുകാരൻ കരഞ്ഞ്, ഞാനും കരഞ്ഞ്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ പറ്റി, കുട്ടികളെ പറ്റിയോ ഒന്നും ഒരു അവയർനെസ് പിന്നെ രക്ഷകർത്താക്കൾക്കും ഇല്ല, മാതാപിതാക്കൾക്കും. രാവിലെ അവരൊക്കെ എണീക്കാൻ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, വെള്ളം കുടിക്കാൻ സമ്മതിക്കത്തില്ല, ഒന്നും സമ്മതിക്കത്തില്ല. അതിൻ്റെ ഏറ്റവും നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത്, എ ഹെൽത്തി ബോഡി ക്യാൻ കീപ്പ് എ ഹെൽത്തി മൈൻഡ്, എ ഹെൽത്തി മൈൻഡ് ക്യാൻ കീപ്പ് എ ഹെൽത്തി ബോഡി എന്ന് പറഞ്ഞാൽ അത്രയാണ്. അതായത് ആരോഗ്യമുള്ളൊരു മനസ്സിനെ
പിന്നെ ശരീരം സൂക്ഷിക്കാനൊക്കൂ, പിന്നെ ശരീരത്തിന് ഒരു മനസ്സിനെ സൂക്ഷിക്കാനൊക്കൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുട്ടികളും രക്ഷാകർത്താക്കളും എല്ലാം കൺഫ്യൂസ്ഡാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു എഡ്യൂക്കേഷൻ പറഞ്ഞപ്പോൾ ഉദാഹരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ കുട്ടികളെ തരംതിരിക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. പിന്നെ 2, പിന്നെ അവരുടെ അഭിരുചി ആദ്യം നോക്കണം. ഇപ്പോഴത്തെ മാത്തമാറ്റിക്സിന് പിന്നെ ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ അതിനുള്ള പ്രത്യേക അറ്റൻഷൻ കൊടുക്കണം. പിന്നെ മോശമാണെന്നുണ്ടെങ്കിൽ അവന് അതിനുള്ള അറ്റൻഷൻ കൊടുക്കണം. പിന്നെ ഈ കല പരിപാടിയെല്ലാം കല ആസ്വദിക്കാത്ത ആരുമില്ല. മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുക്കെ അറിയപ്പെടുന്നതും പിന്നെ ഇഷ്ടപ്പെടുന്നതാണ് മ്യൂസിക്. ഇപ്പം മ്യൂസിക്കിന് ഒരു ലാംഗ്വേജ് ഇല്ല. മ്യൂസിക്കിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് തന്നെയാണ്, അതിന് വേറെ ലാംഗ്വേജ് ഇല്ല. അതുപോലെ ഡാൻസ്, കലകൾ, ഇതിനെല്ലാം ഉണ്ട്. ഓരോ കുട്ടിക്കും ഓരോ അഭിരുചിയായിരിക്കും. അതനുസരിച്ചിട്ട് വേണം നമ്മളവരെ തരംതിരിക്കാനും അവരെ വളർത്താനും. പിന്നെ ജനറലായിട്ടെല്ലാം അറിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവർ അഭിരുചി ചെയ്ത് അതാണ് അവർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഡാൻസ് പഠിക്കുന്നു. ഡാൻസ് മോശമൊന്നുമല്ല. ഇപ്പോൾ എത്രയോ ആളുകൾ കോടിക്കണക്കിന് രൂപ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ആരോഗ്യമുണ്ട്. ഡാൻസ് ഈസ് എ തെറാപ്പിയാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഈ ഡാൻസ് ചെയ്യും ശരീരത്തിന് ഭയങ്കര എക്സസൈസാണ്. അതുപോലെ ഏത് മറൈറ്റൽ ആർട്സ്, ഇപ്പോൾ പിന്നെ യോഗ, അതുപോലെ പിന്നെ ഈ ചൈനീസ് മെത്തേഡിലുള്ള കുങ്ഫു, പിന്നെ തായ്ച്ചി, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ നല്ലതാണ്. ഇപ്പോൾ എന്നിട്ട് ഈ കുട്ടികൾക്ക് അമിതമായിട്ടുള്ള ഭാരമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫിസിക്സ് പഠിക്കാൻ പറ്റാത്തവനെ അവനെക്കൊണ്ട് ഫിസിക്സ് പഠിപ്പിക്കും. അതിന് എനിക്ക് തന്നെ അനുഭവമുള്ളതാണ്. കാരണം ഞാൻ മെഡിക്കൽ കോളേജിൽ പിന്നെ പഠിക്കുന്ന കാലത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുടെ മനസ്സിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി കുട്ടികളെ പറഞ്ഞു വിടും. അവൻ അവിടെ വരുമ്പോൾ ആദ്യത്തെ ഒരു വർഷത്തേക്ക് വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഈ ബോഡി ഡിസെക്റ്റ് ചെയ്യണം. ഈ ഡെഡ് ബോഡി കീറി മുറിക്കണം. അവനകത്ത് കളഞ്ഞിട്ട് പോവും. പിന്നെ ചില ആളുകൾ രണ്ട് വർഷം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലിവിങ്ങിലാണ്. ചില ആളുകൾ പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസ് ഡെലിവറി കണ്ട് ബോധം കെട്ട് വീഴും, സർജറി കണ്ട് ബ്ലഡ് കണ്ട് ബോധം കെട്ട് വീഴും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ കുട്ടിക്കാലത്ത് തന്നെ അവന് ഏതാണ് അഭിരുചി അതിന് വേണം പഠിക്കുക. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം പിന്നെ ഫോർ എക്സാമ്പിൾ മെഡിസിൻ, ഈ പിള്ളേർക്ക് പഠിക്കാൻ യാതൊരു താല്പര്യവുമില്ല മെഡിസിൻ. എന്നാലും അപ്പുറത്തെ കുട്ടി മെഡിസിൻ പഠിച്ചു, മറ്റവൻ അത് ചെയ്തു ഇത് ചെയ്തെന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ കൊണ്ട് 50 ലക്ഷം രൂപ കൊടുത്ത് എവിടെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ചേർക്കും, പഠിക്കത്തുമില്ല. അവസാനം 4-5 ലക്ഷം പിന്നെ അതിൻ്റെ കൂടെ ലക്ഷക്കണക്കുള്ള ചിലവാക്കി തിരിച്ചാൽ പാസ്സാതെങ്കിൽ വീട്ടിൽ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഭിരുചി അനുസരിച്ചിട്ട് വേണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ. പിന്നെ ഇത്രയും ഒരു കുട്ടി രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ ജോലി സ്കൂളിൽ, അത് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കന്മാരുടെ പ്രഷർ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കേണ്ട സമയത്ത് കളിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, ഇതിനെല്ലാം സമയം കൊടുക്കണം. ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിദ്യാഭ്യാസം കൂടുതൽ സമയമില്ല. ഹാർഡ്ലി 3 to 4 hours, 4 മണിക്കൂർ മാക്സിമം ഉണ്ടാവും. ഇപ്പോൾ 7 മണിക്കൂറായി കഴിഞ്ഞാൽ 11 അല്ലെങ്കിൽ 12 മണി ആകുമ്പോഴത്തേക്ക് സ്കൂൾ കഴിഞ്ഞിരിക്കും. രാവിലെ എടുത്ത് പിന്നെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല വൃത്തിയായിട്ട് പഠിക്കും. അതിൻ്റെ കാരണം ബ്രെയിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എത്ര വലിയ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാലും 10 മിനിറ്റിൽ കൂടുതൽ അബ്സോർഷൻ ചെയ്യത്തില്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ പിന്നെ അസംബ്ലിയിലായാലും എവിടെ ആയിക്കഴിഞ്ഞാലും വലിയ പ്രസംഗത്തിലായാലും 5-10 മിനിറ്റ് ഇരിക്കും. പിന്നെ എല്ലാവരും നല്ല കൂർക്കം വലിച്ചുറക്കും. കുട്ടികളും അങ്ങനെയാണ്. പിന്നെ മാത്രം അവരുടെ പിന്നെ അറ്റൻഷൻ മുഴുക്ക പോകുന്നതിൻ്റെ കാരണം അവർക്ക് വെള്ളം കുടിക്കേണ്ടി വരും, മൂത്രം ഒഴിക്കേണ്ടി വരും, കക്കൂസി കൊണ്ട്. ഇതൊന്നും അവർ ചെയ്യത്തില്ല. അവർക്കൊരു ഹൗസ് അറസ്റ്റ് പോലെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആളിങ്ങനെ പഠിക്കാൻ പറ്റും. ആ കുട്ടികളുടെ അഭിരുചി അനുസരിച്ചിട്ട് വേണം അവരെ പഠിപ്പിക്കാൻ. ഇപ്പോൾ റഷ്യയിലെ വിദ്യാഭ്യാസം അതുപോലെയാണ്. കാരണം റഷ്യൻ വിദ്യാഭ്യാസം പറഞ്ഞിരിക്കുന്നത് 10 ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള അറിവാണ് അവരുണ്ടാക്കുന്നത്. അതൊരാളിനല്ല, അത് ഇതുപോലെ അവർ ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ അഭിരുചി അനുസരിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഡാൻസ് പിന്നെ സർക്കസ് ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെയാണ് റഷ്യൻസ്, അതുപോലെ തന്നെ ചൈനീസും. ആ ഇൻട്രസ്റ്റ് ഉള്ളവരെ അതിനാണ് വിടേണ്ടത്. അല്ല രക്ഷകർത്താക്കളുടെ ഇൻട്രസ്റ്റ് അല്ല കുട്ടികൾ പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് വരുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞൊന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് ആളുകൾ രാഷ്ട്രീയത്തിൽ പോകുന്നത്.